ഹായ് എവരി വൺ. ഞാനപ്പോൾ ഇന്ന് മലേഷ്യൻ സീരീസിലെ സെക്കൻഡ് ഡേ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് ഡേ ഞാൻ പോയത് ബാക്കു കേവ്സ് എന്നറിയപ്പെടുന്ന അവിടെ ഒരു ഫേമസ് കേവിലാണ്. അതെന്ന് പറഞ്ഞാൽ കേവിൻ്റെ ഉള്ളിൽ മുരുകൻ്റെ ടെമ്പിളാണ്. അപ്പം മലയുടെ മുകളിൽ ഒരു കേവിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ടെമ്പിൾ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചെറിയ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ സെലാങ്കറിൽ സ്ഥിതി ചെയ്യുന്ന 100 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ്, അതായത് ലൈംസ്റ്റോൺ പാറകളിൽ നിർമ്മിതമായ ഗുഹകളാണ് ബാത്തു ഗുഹകൾ. അതിൽ മുരുകൻ വസിക്കുന്ന 10ാമത്തെ ഗുഹ ആയാണ് ബാത്തു ഗുഹ അറിയപ്പെടുന്നത്. അതിൽ ആദ്യ 6 ഇന്ത്യയിലും ബാക്കിയുള്ളത് മലേഷ്യയിലുമാണ്. 1890-ൽ തമ്പുസാമി പിള്ളെ എന്ന ധനികനായ തമിഴ് വംശജനാണ് മുരുകനെ ഈ ഗുഹയിൽ പ്രതിഷ്ഠിച്ചത്. 42.7 മീറ്റർ, അതായത് 140 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ്റെ പ്രതിമ ബാത്തു ഗുഹകൾക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ. ഏകദേശം 24 ദശലക്ഷം രൂപ വില വരുന്ന ഈ പ്രതിമ 1550 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 250 ടൺ സ്റ്റീൽ ബാറുകളും 300 ലിറ്റർ സ്വർണ്ണ പെയിൻറ്റും എന്നിവ ഉപയോഗിച്ചിരിക്കുന്നു. ഈ പ്രതിമ അയൽ രാജ്യമായ തായ്ലാൻഡിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അന്ന് ഞങ്ങൾ ചെന്ന അന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാവടിയാണ് തുടക്കത്തിൽ കാണിച്ചിരുന്നത് കേട്ടോ. അതായത് തൈപ്പൂയം. അവിടുത്തെ ഏറ്റവും വലിയ, തമിഴ്നാട്ടിലെയും ഏറ്റവും വലിയ ആഘോഷമാണ് തൈപ്പൂയം. അതും അവിടെ നടന്നുകൊണ്ടിരിക്കണം. അന്നാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പോൾ തലേ ദിവസം ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും, അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. പക്ഷെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ചെന്നിട്ട് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലം കാണാണ്ട് പോകുന്ന അത് അത്രയും ഒരു എന്താ പറയുക, നമ്മൾ പിന്നെ പോയതിൽ അർത്ഥമില്ലല്ലോ. ഇനി മലേഷ്യയിൽ ഇനിയൊന്നും പോകല് ചിലപ്പോൾ നമുക്ക് നടക്കില്ല. അപ്പം ഞങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ മോർണിംഗ് തന്നെ പോവാം, അപ്പോൾ അധികം തിരക്കുണ്ടാവില്ല. അങ്ങനെയാണ് ഞങ്ങൾ മോർണിംഗ് രാവിലെ തന്നെയാണ് പോയത്. അപ്പോൾ അത്ര തിരക്കില്ല, എന്നാലും അവിടെ കാവടിയൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അടിയിൽ താഴെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് തൊഴാൻ നിൽക്കണതൊക്കെയാട്ടോ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് മുകളിലോട്ട് കയറാണ്. ഇപ്പോൾ മുകളിലോട്ട് കയറുന്ന കാര്യം പറഞ്ഞാൽ 200 സ്റ്റെപ്പുകളുണ്ട് നമുക്കത് കയറി അവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോ കളറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും ആ ഒരു സ്റ്റെപ്പിനോടൊക്കെ. എല്ലാവരും സ്പെഷ്യൽ വെറൈറ്റി കളേഴ്സൊക്കെ കൊടുത്ത് ഭയങ്കര കളർഫുള്ളാണ് ആ സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കയറല്ല കേട്ടോ, അങ്ങനെ കയറൽ നടക്കേയില്ല. എല്ലാവരും കുറച്ച് സ്റ്റെപ്പ് കയറും, അത് കഴിഞ്ഞൊന്ന് നിൽക്കും, അതിന് ശേഷം പിന്നെയും കയറും, അത് കഴിഞ്ഞ് പിന്നെയും നിൽക്കും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും അത് കയറിയെടുക്കുന്നത്. മോളിൽ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ആ മുരുകൻ്റെ പ്രതിമ ശരിക്കും കാണാം. അത്ര വലിയ പ്രതിമ, അത് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കയറി അവിടെ എത്തിയിട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഇതാണ്, സൈഡിൽ പാറകളും ഇതൊക്കെയായിട്ട്. അപ്പോൾ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ കുരങ്ങന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പം മുകളിലൊക്കെ കണ്ടില്ലേ, നല്ല നമ്മൾ സാധാ പാറ കയറുന്ന പോലെയല്ല, ലൈം സ്റ്റോൺ ആയതുകൊണ്ടായിരിക്കും ഒരു എന്താ മറ്റേ പുറ്റില്ലേ അതേപോലെയൊക്കെ ഒരു ഷേപ്പാണ് ആ പാറകൾക്ക് ഉള്ളിൽ, അല്ലാണ്ട് നമ്മുടെ നോർമൽ പാറ പോലെ അല്ലായിരുന്നു അവിടെ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പിന്നെയും സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി, അത് കഴിഞ്ഞ് പിന്നെയും സ്റ്റെപ്പ് കയറിയാലാണ് ആ ടെമ്പിളിൽ നമ്മൾ എത്തുക. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കുറേ കച്ചവടക്കാർ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ ഇതൊക്കെയുണ്ട്, വെള്ളം, പിന്നെ കഴിക്കാൻ ഇതൊക്കെയുണ്ട്, പിന്നെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ, മാല, പൂമാലകൾ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്ന് തൈപ്പൂയ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർ തലയിൽ മറ്റേ ഈ എന്താ പറയുക, കുടത്തിൽ വെള്ളമായിരിക്കും, അതല്ലെങ്കിൽ പൂജ ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും, അതൊക്കെ ചുമന്നുകൊണ്ട് ആൾക്കാർ ആ സ്റ്റെപ്പ് കയറി അതവിടെ കൊണ്ട് അങ്ങനെ ഒരു കർമ്മം അവർക്കുണ്ട്.
അപ്പോൾ സൈഡുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓരോ മുരുകൻ്റെ ഒക്കെ ആയിട്ട്, ചെറുപ്പത്തിലെ മുരുകൻ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടോ, അമ്പലം കാണുന്നുണ്ടോ. അപ്പോൾ അവിടെ കോഴിയൊക്കെ അവിടെ കൊണ്ട് ആൾക്കാർ വെച്ചിരിക്കണായിരിക്കും. കോഴികളെയൊക്കെ കണ്ടു അവിടെ, കോഴിയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് തമിഴക്കാണ് കൂടുതലും ഈ മുരുകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥന ഇതൊക്കെ ഉള്ളത്. അവിടെ കൂടുതൽ നമ്മൾ അങ്ങനെ തമിഴരായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണുന്നതും. അവിടെ ഒരുപാട് എന്താ പറയുക തമിഴരുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമുക്കിങ്ങനെ നമ്മുടെ നാട് വിട്ട് ചെന്നൊരു ഫീലൊന്നും നമുക്ക് മലേഷ്യയിൽ ചെന്നാൽ തോന്നില്ല. കാരണം മലയാളീസ് ആണെങ്കിലും തമിഴ് ആയാലും ഒരുപാട് അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത് കൊടുത്താണെങ്കിൽ തന്നെ അപ്പുറം ഒരു മുരുകൻ്റെ ടെമ്പിളുണ്ട്. അവിടെയൊക്കെ നിറച്ചും തമിഴർ ആണ് സ്റ്റേ ചെയ്തിരുന്നതും അവിടെ ഉള്ളത്. അപ്പോൾ കുറേ പേര് അവിടെ ഉള്ളതാണ്. അതായത് മുത്തച്ഛന്മാരൊക്കെ വന്ന് അങ്ങനെ അവരവിടെയാണ്. അപ്പോൾ അവരുടെ സിറ്റിസൺഷിപ്പൊക്കെ അവിടെ തന്നെയാണ്. പക്ഷെ അവർ ശരിക്കും ഇന്ത്യൻസാണ്. പക്ഷെ അവിടെയാണ് അവർ ജനിച്ച് വളർന്നതൊക്കെ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാട്ടു കേവ്സിന് മെയിനായിട്ടുള്ള ഉള്ളിലെ ഇതൊക്കെയെന്ന് വെച്ചാൽ അവിടെ പുറത്ത് നല്ല ചൂടാണ്. ഞങ്ങൾ രാവിലെയാണ് ചെന്നതെങ്കിലും നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ ഉള്ളിൽ ആ കേവിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ്, നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അടിയിൽ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി. ഇത്രയേ ഉള്ളൂ. അപ്പം മലേഷ്യ പോകുമ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം.